ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒത്തിരി നാൾ കൂടിയാണല്ലേ കാണുന്നത്. ഇത് എനിക്ക് ഷോപ്പിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. അപ്പം ഷോപ്പിൻ്റെ വർക്കിലേക്കായിട്ട് നല്ല തിരക്കുണ്ട്. അപ്പം അത് സ്റ്റാർട്ടിങ് ആവുന്നേ ഉള്ളൂ. എൻ്റെ ഇനാഗ്രേഷനൊക്കെ അടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ച് നാൾ മുൻപ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇതിൻ്റെ റീൽസൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് ധാവണിയുടെ ബ്ലൗസാണ് കേട്ടോ. ഇതിൽ ഈ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസ് നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നെക്കിന് മാത്രം മതി എന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പം ഫ്രണ്ട് നെക്ക് ഓൾറെഡി ചെയ്തിരിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കാണ് കേട്ടോ. ബാക്ക് രണ്ട് സൈഡും ചെയ്യണം. അപ്പം സെൻട്രലിൽ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്ന മനസ്സിലായി കാണുമല്ലോ, അത് ബാക്ക് ഓപ്പണിൻ്റെ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു 3/4 ഇഞ്ചോളം വീതി ഉണ്ടാവണം. അതായത് നമ്മൾ തയ്യൽ തുമ്പ് ഇടണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലേക്കും പോകാനുള്ള തുമ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഒരേ ഇതിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. ഞാൻ ഒരേ ഫ്രെയിമിൽ തന്നെ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സാരി. അതായത് സാരിയുടെ ആ ബ്ലൗസിൻ്റെ മെറ്റീരിയലിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സാരി ബോഡിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ സാരി ബോഡിയുടെ കളറാണ് നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ലാവൻഡർ കളർ തന്നെയാണ് സ്വീക്കൻസും എടുത്തിരിക്കുന്നത്. ലൈറ്റ് ലാവൻഡർ കളറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിലേക്ക് ഈ ഒരു 4 ഐറ്റംസ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ വരുന്നത് ഒരു ചെറിയ ടൈപ്പ് കുന്തൻ സ്റ്റോൺ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ബ്രൈഡ് വർക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ വിളിച്ച് പറഞ്ഞു അവർക്ക് വർക്ക് വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എന്നാൽ ഫങ്ഷൻ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പേരിൽ എനിക്ക് വേറെ 2-3 വെഡ്ഡിങ് വർക്കിൻ്റെ ഓർഡർ ഇപ്പം ഈ റീസെൻ്റായിട്ട് വന്നിട്ടുമുണ്ട്. ഇത് ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് വീണ്ടും ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നോക്കാം. എനിക്ക് ആദ്യം തന്നെ ചെറിയൊരു മാറ്റം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷുഗർ ബീഡ് കൊടുക്കുന്നതിന് മുമ്പ് ബഞ്ച് ബീഡാണ് ഞാൻ അപ്പറേ നെക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബഞ്ച് ബീഡ് ആദ്യം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഷുഗർ ബീഡ് കൊടുത്തത്. പക്ഷെ നിങ്ങൾ ബിഗിനേഴ്സ് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എന്നിട്ട് അവിടെ നിന്ന് മാറ്റി കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് തൊട്ടിപ്പറ നെക്കിൽ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ സ്റ്റാർട്ടിങ് മുതൽ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷുഗർ ബീഡാണ് കേട്ടോ. അപ്പോൾ ആ കഴുത്ത അകലമൊക്കെ കൃത്യമായിരിക്കണം. അതായത് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻവാസിൽ കൂടെ ഉൾപ്പെടുത്തേണ്ട നെക്ക് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മുൻപോട്ടാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പം അത് കണക്കാക്കിയിട്ട് നിങ്ങൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള തുമ്പ് മാത്രം ഇട്ടാൽ മതിയായിരിക്കും. 1/4 ഇഞ്ച് തുമ്പ് ഇട്ടാൽ മതിയായിരിക്കും. എന്നിട്ട് ആ ലൈനിൽ കൂടെ ഇതുപോലെ ഭംഗിയായിട്ട് ഷുഗർ ബീഡ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം നമുക്ക് ബഞ്ച് ബീഡ് എടുക്കാം. ഇതൊരു 4 mm അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ടുള്ള ബഞ്ച് ബീഡ് എടുക്കാവുന്നതാണ്. 3 mm 4 mm ആകാം കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് വർക്കിൻ്റെ വലുപ്പം വ്യത്യാസം വരും, അത്രമാത്രം. ഒരു ബഞ്ച് ബീഡ് ഇടുക. ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക, ഒരു ബഞ്ച് ബീഡ് ഇടുക, അടുത്ത സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഒരു ബീഡ് ഇടാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ബീഡ് ഇടാനുള്ള സ്പേസ് ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് കുറച്ചുകൂടെ നീക്കിയിട്ട് ഒരു ബീഡ് ഇടാനുള്ള സ്പേസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ ബീഡ് ഇടുക. അങ്ങനെ ഒന്നിടവിട്ട് ബീഡ് ഇട്ട് കൊടുക്കുക. എന്നാൽ ത്രെഡ് അവിടെ കണ്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് മറിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ തന്നെയാണ് ഓൾ റൗണ്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തു പോയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള വർക്കാണ്, എന്നാൽ കണ്ട നല്ല എലഗൻ ലുക്ക് കണ്ട സിമ്പിളായിട്ട് തോന്നും. പക്ഷേ അതിനകത്ത് കുറച്ച് ത്രെഡ് വർക്ക് കൂടെ വരുന്നത് കൊണ്ട് അതിൽ കുറച്ച്, അതായത് അത്യാവശ്യം നമുക്കിതിന് കുറച്ച് സിമ്പിളാണെങ്കിലും എന്നാൽ അത്യാവശ്യം ഏറ്റവും സിമ്പിളല്ലാതെ കുറച്ചുകൂടെ റേറ്റ് കൂട്ടി മേടിക്കാവുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. എന്നാൽ വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വർക്കാണ്. പെട്ടെന്ന് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർക്കിലുള്ള ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകില്ല. അത് എന്താ പറയുന്നത്, അപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വർക്കാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കും. ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് 3 ഷുഗർ ബീഡ് ലോഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആ 3 ഷുഗർ ബീഡിന് ശേഷം നമ്മൾ സ്വീക്വൻസ് ഇട്ടിട്ടുണ്ട്. സ്വീക്വൻസ് അവിടെ വെതറി കൊടുക്കുക. നമ്മുടെ നീഡിൽ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വീക്വൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ബാക്ക് സ്റ്റിച്ച് കൊടുത്തു, 3 ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു എന്തെടുത്തു, സ്വീക്വൻസ് എടുത്തു. സ്വീക്വൻസ് എടുത്തതിന് ശേഷം അതിൻ്റെ വെളിയിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു, ലോക്ക് കൊടുത്തു. ഇത്രേ ഉള്ളൂ. നമ്മുടെ 3 ഷുഗർ ബീഡ് കൊടുത്തു. അതിനോട് ചേർന്ന് തന്നെ ഇത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതായത് സ്വീക്വൻസ് അതിനോട് ചേർന്ന് തന്നെ, അതായത് അതിൻ്റെ ഉള്ളിലുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചാലാണ് അതിൻ്റെ, അല്ലെങ്കിൽ സ്വീക്വൻസ് വെളിയിലോട്ട് തള്ളി നിൽക്കും. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. സിമ്പിളാണ്, കണ്ടോ. ഒരെണ്ണം ഒരു 3 ബീഡ് കൊടുക്കുക. നിങ്ങൾ ആരി വർക്ക് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത എന്താണെന്ന് ഞാൻ വീഡിയോയുടെ മുൻപ് പറഞ്ഞിരുന്നു. അപ്പം അത് കണക്കാക്കണ്ട, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഷോപ്പിലൊക്കെ ഉള്ള തിരക്കൊണ്ടാണ് കേട്ടോ വീഡിയോ വൈകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. അതോടുകൂടി തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും കാണാനായിട്ടുള്ള, ഇടുമ്പോൾ തന്നെ കാണാനുള്ള അവസരം കിട്ടത്തുള്ളൂ. പിന്നീട് കാണുന്നില്ലല്ലോ എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇതിന് ശേഷം ഇത്രയേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള 3 സ്റ്റെപ്പ് വരുന്നത്. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ത്രെഡ് എടുത്തിരുന്നല്ലോ, ആ ത്രെഡ് 2 ലെയറായിട്ട് നീഡിലേക്ക് കോർത്തതിന് ശേഷം നമ്മൾ ആദ്യം തുടങ്ങിയ ആ ഷുഗർ ബീഡിനോട് ചേർന്ന്, എന്നാൽ നമ്മുടെ ഈ ഇപ്പുറത്തേക്ക് മേളിൽ ചെയ്തിരിക്കുന്ന ബഞ്ച് ബീഡിൻ്റെ 2 ബഞ്ച് ബീഡുകൾക്ക് ഇടയിലായിട്ടൊരു സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ഒരു ലോങ് നോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കുത്തിയെടുക്കുക. അതിന് ശേഷം ത്രെഡ് ഇതുപോലെ പിടിക്കുക, മുകളിൽ പുറത്തൊന്ന് ചുറ്റി. നമ്മുടെ സിമ്പിളായിട്ടുള്ള ലോങ് നോട്ടിൻ്റെയും ഫ്രഞ്ച് നോട്ടിൻ്റെ ഒക്കെ വീഡിയോസ് കാണാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണും കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്. വെളിയിൽ ചുറ്റണം കേട്ടോ. വെളിയിലാണ് നമ്മുടെ നീഡിൽ ചുറ്റേണ്ടത്. അകത്ത് ചുറ്റിയ കെട്ടുകൂടും. അതുകൊണ്ട് വെളിയിൽ ചുറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഈവനായിട്ട് ഒരേപോലെ പതുക്കെ ഒന്ന് ചരിച്ചു കൊടുക്കണം കേട്ടോ വർക്ക്. എന്നാലാണ് ആ ഭംഗി കിട്ടുള്ളൂ. നേരെ എപ്പോഴും നമ്മൾ നേരെ അല്ലേ ചെയ്തു പോകുന്നത്. ഇത് പതുക്കെ ഒന്ന് ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം ആ ഇടയിൽ ഓരോ ബഞ്ച് ബീഡിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ത്രെഡ് മറിഞ്ഞു പോകാൻ പാകത്തിന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ നോട്ട് അവിടെ വൃത്തിയായിട്ടിരുന്നോളും. അപ്പോൾ ആ നോട്ടിന് കുറച്ചുകൂടെ ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ, ആ ത്രെഡ് അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള വർക്കുകളെല്ലാം ചെയ്തു പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ബഞ്ച് ബീഡ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ആ ബഞ്ച് ബീഡ് തൊട്ടൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അപ്പം അതുപോലെ